കുറച്ച് കള്ളന്മാരെയാണ് ശേഷം കാണിക്കുന്നത്. അവർ കരുണയില്ലാതെ കൊള്ളയടിച്ച് ആ വീട്ടിലുള്ള ആളുകളെ ഉപദ്രവിച്ച് കൊന്ന് വീട്ടിൽ മാന്യന്മാരായി നടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അവർ. അങ്ങനെ ശേഷം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ആ പോലീസുകാരെല്ലാം മഹാരാജയിൽ നിന്ന് ക്യാഷ് വാങ്ങി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. പഴയത് കണ്ടുപിടിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ ഒരു പുതിയ ഡസ്റ്റ്ബിൻ ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ മഹാരാജ ഇരിക്കുമ്പോൾ ഒരാൾ അവിടെ കടന്നു വരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരു കള്ളന്റെ ഫോട്ടോ പിടിച്ച് ഇവനെ കാണാനില്ല, എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ശേഷം ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. തന്റെ വീട്ടിൽ കയറിയ കള്ളന്മാരെ നേരത്തെ മനസ്സിലാക്കി മഹാരാജ അവരെ പറ്റി അന്വേഷിച്ചിറങ്ങുന്നു. അവരെ കണ്ടുപിടിച്ചു. അവരെ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഗ്യാങ്ങിന്റെ അടുത്ത് തന്നെ തലവെച്ച് കൊടുക്കുന്നു. അവർ മഹാരാജയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അവരെല്ലാം അടിച്ചു വീഴ്ത്തി ആ കള്ളന്മാരുടെ വായിൽ നിന്ന് തന്നെ രണ്ടാമതൊരു പോലീസുകാരനാണെന്ന് മഹാരാജ മനസ്സിലാക്കി. മഹാരാജ അവനെ നൈസായി തീർത്തു. ശേഷം ആ ഡസ്റ്റ്ബിൻ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തി. ഉദ്ദേശം ആ രണ്ടാമനെ കണ്ടെത്തുക എന്നായിരുന്നു. ശേഷം